നമസ്കാരം. KS ട്യൂട്ടറിൻ്റെ 100 ഡേയ്സ് ഇൻറ്റൻസ് കറണ്ട് അഫെയർ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സെഷനിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന 5 പ്രിലിംസ് മോക്ക് ക്വസ്റ്റ്യനും അതുകൂടാതെ തന്നെ ഒരു മെയിൻസ് ക്വസ്റ്റ്യനും കേരള ഓറിയൻറ്റഡ് ആയിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഒന്നാമത്തെ ചോദ്യം നോക്കാം. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സോയിൽ ആർ സീൻ അക്രോസ് ദ സ്റ്റേറ്റ് ഓഫ് കേരള. The region which is famous for black cotton soil is A. കുട്ടിക്കാനം, B. ചിറ്റൂർ, C. കുട്ടനാട്, D. നെയ്യാറ്റിൻകര. അതായത് കേരളത്തിൽ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സോയിൽസ് നമ്മൾ കാണപ്പെടുന്നുണ്ടെങ്കിലും പ്രധാനമായും ബ്ലാക്ക് കോട്ടൺ സോയിൽ കാണപ്പെടുന്ന റീജിയൻ ഏതാണ് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ശരിയായ ഉത്തരം എന്ന് പറയുന്നത് പാലക്കാടുള്ള ചിറ്റൂരാണ്. ഓപ്ഷൻ ബി ആണ്. കേരളത്തിൽ പ്രധാനമായും ബ്ലാക്ക് കോട്ടൺ സോയിൽ കാണപ്പെടുന്നത് ചിറ്റൂരാണ് എന്നുള്ളത് അറിഞ്ഞു വയ്ക്കുക. അതുകൂടാതെ തന്നെ ഈ സോയിലുമായി ബന്ധപ്പെട്ടിട്ട് മറ്റ് കാര്യങ്ങൾ അറിയേണ്ടത് എന്നുള്ളത് പ്രധാനമായും പേരിൽ തന്നെ ഉണ്ട്. അത് കോട്ടൺ കൃഷിക്ക് വളരെയധികം അനുയോജ്യമായിട്ടുള്ള സോയിലാണ് ബ്ലാക്ക് സോയിൽ എന്ന് പറയുന്നത്. ഇതിന് റീഗർ സോയിൽ എന്ന മറ്റൊരു പേര് കൂടിയുണ്ട്. കൂടാതെ തന്നെ ടൈറ്റാനിഫെറസ് മാഗ്നറ്റൈറ്റിൻ്റെ പ്രസൻസ് ആണ് ഇതിന് ബ്ലാക്ക് കളർ നൽകുന്നത് എന്നതുകൂടി അറിയുക. സെൽഫ് പ്ലോയിങ് കപ്പാസിറ്റിയുള്ള സോയിൽ കൂടിയാണ് ബ്ലാക്ക് സോയിൽ എന്ന് പറയുന്നത്. അതായത് വേനൽക്കാലത്ത് ഇവ വിണ്ടു കീറുകയും അതുപോലെ തന്നെ എന്നാൽ നനഞ്ഞു കഴിഞ്ഞാൽ അതായത് മഴക്കാലത്ത് ഇവ വളരെയധികം വെറ്റായി തീർത്ത് അത് പ്ലോ ചെയ്യുന്നതിന് ബുദ്ധിമുട്ടാവുന്ന രീതിയിലാവുകയും ചെയ്യുന്നു. ഇത് ബ്ലാക്ക് സോയിലിൻ്റെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയാണ്. അതുകൂടി അറിഞ്ഞു വയ്ക്കുക. ഇന്നത്തെ രണ്ടാമത്തെ ചോദ്യം റംസാർ ഡെസിഗ്നേറ്റഡ് വെറ്റ്ലാൻഡ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. നമുക്കറിയാം വെറ്റ്ലാൻഡ്സ് അഥവാ ചതുപ്പ് നിലങ്ങളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഇൻ്റർനാഷണൽ കൺവെൻഷനാണ് റംസാർ കൺവെൻഷൻ എന്ന് പറയുന്നത്. റംസാർ എന്നുള്ളത് ഇറാനിലെ ഒരു സ്ഥലമാണെന്നറിയുക. അവിടെ വെച്ച് നടന്ന കൺവെൻഷൻ ആയതുകൊണ്ടാണ് റംസാർ കൺവെൻഷൻ എന്നുള്ള പേര് ലഭിച്ചത്. ഈ കൺവെൻഷൻ പ്രകാരം ലോകത്തുള്ള ചതുപ്പ് നിലങ്ങളെ റംസാർ സൈറ്റുകളായി ഡെസിഗ്നേറ്റ് ചെയ്യുന്നുണ്ട്. പ്രധാനപ്പെട്ട ചതുപ്പ് നിലങ്ങളെ ഇത്തരത്തിൽ ഡെസിഗ്നേറ്റ് ചെയ്യാറുണ്ട്. കേരളത്തിൽ ചില ചതുപ്പ് നിലങ്ങളെ റംസാർ ഡെസിഗ്നേറ്റഡ് വെറ്റ്ലാൻഡ്സ് ആയി കൺസിഡർ ചെയ്യുന്നു. അവ ഏതെല്ലാമാണ് എന്നുള്ളതാണ് ഇതിൽ ചോദ്യം. 3 ഓപ്ഷൻസ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. 1 വേമ്പനാട് കോൾ വെറ്റ്ലാൻഡ്, 2 അഷ്ടമുടി കായൽ, 3 ശാസ്താംകോട്ട കായൽ. സെലക്ട് ദ കറക്റ്റ് ആൻസർ യൂസിംഗ് ദ കോഡ് ഗിവൺ ബിലോ. A 1 ഓൺലി, B 2 and 3 ഓൺലി, C 1, 2 and 3 and D 1 and 3 ഓൺലി. ഇന്ത്യയിൽ മൊത്തം 26 റംസാർ ഡെസിഗ്നേറ്റഡ് വെറ്റ്ലാൻഡ്സ് ആണുള്ളത്. അതിൽ കേരളത്തിൽ നിന്നും 3 ഡെസിഗ്നേറ്റഡ് വെറ്റ്ലാൻഡ്സ് ഉണ്ട്. അത് തന്നിരിക്കുന്ന 3 ഓപ്ഷനും ശരിയാണ് എന്നുള്ളത് അറിയുക. അതായത് വേമ്പനാട് കോൾ വെറ്റ്ലാൻഡ്സ്, അഷ്ടമുടി കായൽ, ശാസ്താംകോട്ട കായൽ എന്നിവയെ 3ഉം കേരളത്തിലെ റംസാർ ഡെസിഗ്നേറ്റഡ് വെറ്റ്ലാൻഡ്സ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഇത് ഓർത്തു വയ്ക്കാൻ VS അച്യുതാനന്ദൻ എന്നുള്ള ഒരു കോഡ് നമുക്ക് ഉപയോഗിക്കാം. അതായത് V വേമ്പനാട് കോൾ വെറ്റ്ലാൻഡ്സ്, S ശാസ്താംകോട്ട കായൽ, A അഷ്ടമുടി കായൽ എന്നുള്ളത്. ദെൻ ഈ വേമ്പനാട് കോൾ വെറ്റ്ലാൻഡുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് അറിയേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇന്ത്യയിലെ റംസാർ സൈറ്റുകളിൽ ഏറ്റവും വലിയ റംസാർ സൈറ്റാണ് വേമ്പനാട് കോൾ വെറ്റ്ലാൻഡ്സ് എന്നുള്ളത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റംസാർ ഡെസിഗ്നേറ്റഡ് സൈറ്റുള്ള സംസ്ഥാനം എന്ന് പറയുന്നത് ജമ്മു കാശ്മീർ ആണെന്ന് കൂടി ഇതുമായി ബന്ധപ്പെട്ടിട്ട് അറിഞ്ഞു വയ്ക്കുക. ദെൻ നമ്മുടെ ഓപ്ഷൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ നമ്മുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ C 1, 2 and 3 എന്നുള്ളതാണ്. ഇന്ത്യയിലെ മറ്റ് റംസാർ ഡെസിഗ്നേറ്റഡ് വെറ്റ്ലാൻഡ്സിനെ കുറിച്ച് പഠിക്കുന്നതും നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂ വളരെ അത്യാവശ്യമാണ്. അതിൻ്റെ ഒരു ചിത്രം നിങ്ങൾക്ക് ഓൺലൈൻ ഗൂഗിൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ആ ചിത്രത്തിൽ നിന്നും 26 എണ്ണം ഏതെല്ലാം സംസ്ഥാനങ്ങളിലാണ് ഉള്ളത് എന്നുള്ളതിൻ്റെ ഒരു അറിവ് നിങ്ങൾക്കുണ്ടായിരിക്കണം. ചിലപ്പോൾ മാച്ച് ദ ഫോളോയിങ് വന്നു കഴിഞ്ഞാൽ പോലും കേരളത്തിൽ നിന്നുള്ള ആയിരിക്കണം ചിലപ്പോൾ തരാൻ സാധ്യത കുറവായിരിക്കാം. ഒന്നുകിൽ ഒരു റംസാർ സൈറ്റ് മാത്രം മേ ബി കേരളത്തിൽ നിന്ന് തരാം, ബാക്കിയുള്ളത് മറ്റ് സംസ്ഥാനങ്ങളിലെ ആയിരിക്കും. അപ്പോൾ ആ സംസ്ഥാനങ്ങളും വെറ്റ്ലാൻഡ്സും നമ്മൾ അറിഞ്ഞിരിക്കണം. 26 വെറ്റ്ലാൻഡ്സേ ഉള്ളൂ. അത് തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ടതാണ് ഏതെല്ലാം സംസ്ഥാനങ്ങളിലാണ് ഈ റംസാർ ഡെസിഗ്നേറ്റഡ് വെറ്റ്ലാൻഡ്സ് ഉള്ളത് എന്നത്. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഞാറ്റുവേലയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഞാറ്റുവേല എന്നുള്ളത് നമ്മൾ സ്ഥിരമായി കേൾക്കാറുണ്ടെങ്കിലും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ പലർക്കും അറിയില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇത്തരത്തിലൊരു ക്വസ്റ്റ്യൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ക്വസ്റ്റ്യൻ നമുക്ക് ശ്രദ്ധിക്കാം. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ്. 1.
ഞാറ്റുവേല is the ancient system of calculation of rain and the rainy season. There are total 27 ഞാറ്റുവേലാസ്. Third, തിരുവാതിര ഞാറ്റുവേല is the shortest ഞാറ്റുവേല. Select the correct answer using the code given below. A. 1 and 2 only, B. 2 and 3 only, C. 1, 2 and 3 and D. 1 and 3 only. ഈ ചോദ്യം ആൻസർ ചെയ്യുന്നതിന് മുൻപ് ഞാറ്റുവേലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില കാര്യങ്ങൾ കൂടി നമുക്ക് അറിയേണ്ടതുണ്ട്. ഞാറ്റുവേല എന്ന് പറയുന്നത് ഒരു ആൻഷ്യൻ സിസ്റ്റം ഓഫ് കാൽക്കുലേഷൻ ഓഫ് റെയിൻ ആൻഡ് റെയിനി സീസൺ ആണ്. കേരളത്തിലുള്ള ജനവിഭാഗങ്ങൾ കാലങ്ങളായി അക്വയർ ചെയ്ത നോളജിൻ്റെയും, അതായത് പ്രധാനമായും ക്ലൈമറ്റിനെയും സീസണെയും ഒബ്സർവ് ചെയ്ത് അക്വയർ ചെയ്ത നോളജിൻ്റെ ബേസിലാണ് നമ്മൾ ഞാറ്റുവേല എന്നുള്ള ഈ കലണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് മറ്റൊരു തരത്തിൽ പറയുകയാണെങ്കിൽ രാശിചക്രത്തിലെ ഒരു നക്ഷത്രഭാഗം കടന്നു പോകാൻ സൂര്യന് വേണ്ട കാലയളവിനെയാണ് നമ്മൾ ഞാറ്റുവേല എന്ന് വിളിക്കുന്നത്. ഇതിന്റെ മറ്റു പേരുകൾ ഞാറ്റുനില, ഞാറ്റില എന്നുള്ളവയെല്ലാമാണ്. ഏതാണ്ട് 27 ഞാറ്റുവേലകളാണ് മൊത്തത്തിൽ ഉള്ളത്. അവയ്ക്ക് 27 നാളുകളുടെ, അതായത് നക്ഷത്രങ്ങളുടെ പേരാണ് നൽകിയിരിക്കുന്നത്. സൂര്യൻ ഏത് നക്ഷത്രത്തിന്റെ കൂടെയാണോ നിൽക്കുന്നത് ആ നക്ഷത്രത്തിന്റെ പേരിലാണ് ആ പെർട്ടിക്കുലർ ഞാറ്റുവേല അറിയപ്പെടുന്നത്. ഓരോ ഞാറ്റുവേലയും ഏതാണ്ട് 13.5 ദിവസത്തോളമാണ് നീണ്ടു നിൽക്കുന്നത്. എന്നാൽ തിരുവാതിര ഞാറ്റുവേല സ്ലൈറ്റ്ലി ലോങ്ങർ ഡ്യൂറേഷൻ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. ഏതാണ്ട് 15 ദിവസത്തോളമാണ് തിരുവാതിര ഞാറ്റുവേല ഉള്ളത്. അതുകൊണ്ട് തന്നെ ഉള്ള 27 ഞാറ്റുവേലയിൽ ഏറ്റവും ലോങ്ങസ്റ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഡ്യൂറേഷനുള്ള ഞാറ്റുവേല എന്ന് പറയുന്നത് തിരുവാതിര ഞാറ്റുവേലയാണ് എന്നുള്ളത് അറിഞ്ഞു വയ്ക്കുക. തിരുവാതിര ഞാറ്റുവേലയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത, അതായത് അതിന്റെ യുണീക് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് ഫ്രീക്വന്റ് ഷിഫ്റ്റിംഗ് ഓഫ് റെയിൻ ഫ്രം സൺഷൈൻ ആൻഡ് വൈസ് വേഴ്സ എന്നുള്ളതാണ്. അതായത് സൺഷൈനിൽ നിന്നും റെയിനിലേക്കും വൈസ് വേഴ്സയുള്ള ആ ഫ്രീക്വന്റ് ഷിഫ്റ്റ് ആണ് പ്രധാനമായും തിരുവാതിര ഞാറ്റുവേലയുടെ യുണീക്ക് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. അതുകൂടി അറിഞ്ഞു വെക്കണം. ഇനി നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് തിരിച്ചു വരാം. ഞാറ്റുവേല is the ancient system of calculation of rain and rainy season. Of course, സ്റ്റേറ്റ്മെന്റ് 1 ശരിയാണ്. സ്റ്റേറ്റ്മെന്റ് 1 ശരിയാണെങ്കിൽ തന്നിട്ടുള്ള 4 ഓപ്ഷനിൽ ബി എന്നുള്ള ഓപ്ഷൻ നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. There are 27 ഞാറ്റുവേലാസ്. ഓഫ് കോഴ്സ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റും ശരിയാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റും ശരിയാണെങ്കിൽ ഓപ്ഷൻ സി എലിമിനേറ്റ് ചെയ്യാം. നമുക്ക് റിമൈൻ ചെയ്യുന്നത് 1 and 2 ഓൺലി എന്നുള്ള ഓപ്ഷൻ എയും ഡി 1 and 3 ഓൺലി സി 1, 2 and 3 എന്നുള്ളതുമാണ്. ദെൻ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തിരുവാതിര ഞാറ്റുവേല ഇസ് ദ ഷോർട്ടസ്റ്റ് ഞാറ്റുവേല. ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. തിരുവാതിര ഞാറ്റുവേലയാണ് ഏറ്റവും ഡ്യൂറേഷൻ കൂടിയ ഞാറ്റുവേല. സോ സി എന്നുള്ളത് കൂടി എലിമിനേറ്റ് ചെയ്ത് കളഞ്ഞാൽ നമ്മുടെ ആൻസർ എ 1 and 2 ഓൺലി എന്നുള്ളതാണ്. അടുത്ത ചോദ്യം കേരള സ്റ്റേറ്റ് ബട്ടർഫ്ലൈ ആയി റെക്കമെൻഡേഷൻ വന്നിട്ടുള്ള ബുദ്ധമയൂരി അല്ലെങ്കിൽ പപ്പിലിയോ ബുദ്ധ എന്നുള്ള ബട്ടർഫ്ലൈയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഈ ചിത്രശലഭവുമായി ബന്ധപ്പെട്ടിട്ട് ഉള്ള ഒരു 2 സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ചോദ്യം നോക്കാം. The Buddha Mayuri or Papilio Buddha has been identified as the state butterfly of Kerala. With reference to this, consider the following statement. 1. These species are endemic to Kerala. 2. They are protected under the Schedule 2 of Wildlife Protection Act 1972. Which of the statement given above are correct? A. 1 only, B. 2 only, C. both 1 and 2 only, and D. neither 1 nor 2. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ദി സ്പീഷീസ് ആർ എൻഡമിക് ടു കേരള. എൻഡമിക് ടു കേരള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്പീഷീസ് കേരളത്തിൽ മാത്രമാണ് കണ്ടുവരുന്നത് എന്നുള്ളതാണ് ഈ സ്റ്റേറ്റ്മെന്റിന്റെ അർത്ഥം. എന്നാൽ ആ ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. കാരണം വെസ്റ്റേൺ ഘട്ടിലാണ് പ്രധാനമായും ഈ ഒരു ബട്ടർഫ്ലൈ കണ്ടുവരുന്നത്. അത് മറ്റ് സംസ്ഥാനങ്ങളായ തമിഴ്നാട്, കർണാടക, ഗോവ എന്നിവിടങ്ങളിലെല്ലാം ഈ ഒരു ബട്ടർഫ്ലൈ കണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റായി കഴിഞ്ഞാൽ നമുക്ക് ഓപ്ഷൻ എ, ഓപ്ഷൻ സി എന്നുള്ളത് എലിമിനേറ്റ് ചെയ്യാം. ദെൻ രണ്ടാമതായിട്ടുള്ളത് ദേ ആർ പ്രൊട്ടക്റ്റഡ് അണ്ടർ ദ ഷെഡ്യൂൾ 2 ഓഫ് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് 1972. ഓഫ് കോഴ്സ് ദേ ആർ പ്രൊട്ടക്റ്റഡ്. ഓപ്ഷൻ 2 എന്നുള്ളത് കറക്റ്റ് ആണ്. ബി 2 ഓൺലി എന്നുള്ളതാണ് നമ്മുടെ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. ഇതുകൂടാതെ ബുദ്ധമയൂരിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റ് ചില കാര്യങ്ങൾ കൂടി നമുക്ക് നോക്കാം. വളരെയധികം ഭംഗിയാർന്ന ഒരു ചിത്രശലഭമാണ് ഈ ബുദ്ധമയൂരി എന്ന് പറയുന്നത്. ബുദ്ധ പീകോക്ക് എന്ന് മറ്റൊരു വിളിപ്പേര് കൂടി ബുദ്ധമയൂരിക്ക് ഉണ്ട് എന്നുള്ളത് അറിഞ്ഞു വയ്ക്കുക. കേരളത്തിൽ തന്നെ ഇവ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്നത് മലബാർ റീജിയനിലാണ്. അതും ജൂലൈ തൊട്ട് ഡിസംബർ വരെയുള്ള കാലഘട്ടങ്ങളിലാണ് ഇവ കാണപ്പെടുന്നത്. ഇന്ത്യയിൽ മൂന്നാമതായിട്ടുള്ള സ്റ്റേറ്റ് ആണ്, അതായത് സ്റ്റേറ്റ് ബട്ടർഫ്ലൈ
റെക്കഗ്നൈസ് ചെയ്തിട്ടുള്ള മൂന്നാമത്തെ സ്റ്റേറ്റാണ് കേരള എന്ന് പറയുന്നത്. മഹാരാഷ്ട്രയാണ് ആദ്യമായി സ്റ്റേറ്റ് ബട്ടർഫ്ലൈയെ റെക്കഗ്നൈസ് ചെയ്തത്. ബ്ലൂ മൗമനാണ് മഹാരാഷ്ട്രയുടെ സ്റ്റേറ്റ് ബട്ടർഫ്ലൈ എന്ന് പറയുന്നത്. ദെൻ കർണാടകയാണ് രണ്ടാമതായി സ്റ്റേറ്റ് ബട്ടർഫ്ലൈയെ റെക്കഗ്നൈസ് ചെയ്തത്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ബട്ടർഫ്ലൈ ആയ സദേൺ ബേർഡ് വിങ്ങിനെയാണ് കർണാടക തങ്ങളുടെ സ്റ്റേറ്റ് ബട്ടർഫ്ലൈ ആയി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് എന്നതുകൂടി അറിയുക. ഇന്നത്തെ അഞ്ചാമത്തെയും അവസാനത്തെയും ചോദ്യം ഒരു മാപ്പ് ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. ചോദ്യം ശ്രദ്ധിക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡിസ്ട്രിക്ട് ഇൻ കേരള ഷെയർ ബൗണ്ടറീസ് വിത്ത് മോർ ദാൻ 2 districts? 1 ഇടുക്കി, 2 പാലക്കാട്, 3 മലപ്പുറം, 4 പത്തനംതിട്ട. Select the correct answer using the code given below. A 1, 2, 3 and 4, B 1, 3 and 4, C 2 and 4 only, and D 1, 2 and 3. അതായത് തന്നിരിക്കുന്ന 4 ഡിസ്ട്രിക്റ്റിൽ ഏതെല്ലാം ഡിസ്ട്രിക്റ്റാണ് 2ൽ കൂടുതൽ ജില്ലകളുമായി ബൗണ്ടറി ഷെയർ ചെയ്യുന്നത് എന്ന്. അത് നമുക്ക് മാപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യമാണ്. അപ്പോൾ മാപ്പ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ അറിയാം. ഇടുക്കി പ്രധാനമായും ബോർഡർ ഷെയർ ചെയ്യുന്ന ജില്ലകൾ എന്ന് പറയുന്നത് എറണാകുളം, കോട്ടയം, പത്തനംതിട്ട എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായും ഇടുക്കി നമ്മുടെ ഓപ്ഷനിൽ ഉള്ളതാണ്. അതായത് ആൻസർ ഇടുക്കി എന്നുള്ളത് തീർച്ചയായും ഉണ്ടായിരിക്കും. 3 ജില്ലകളുമായി ഇടുക്കി ബൗണ്ടറി ഷെയർ ചെയ്യുന്നുണ്ട്. പാലക്കാട് എന്ന് പറയുന്നത് നമുക്കറിയാം കേരളത്തിലെ ഏറ്റവും വലിയ ജില്ലയാണ് പാലക്കാട്. എന്നാൽ പാലക്കാട് തൃശ്ശൂർ, മലപ്പുറം എന്നീ 2 ജില്ലകളുമായി മാത്രമേ അതിന്റെ ബൗണ്ടറി ഷെയർ ചെയ്യുന്നുള്ളൂ എന്നുള്ളത് അറിഞ്ഞു വെക്കുക. ദെൻ മൂന്നാമത് മലപ്പുറം പ്രധാനമായും ബൗണ്ടറി ഷെയർ ചെയ്യുന്ന ജില്ലകൾ വയനാട്, കോഴിക്കോട്, തൃശ്ശൂര്, പാലക്കാട് എന്നുള്ളവയാണ്. 4 ജില്ലകളുമായി മലപ്പുറം അതിർത്തി പങ്കിടുന്നു. പത്തനംതിട്ട പ്രധാനമായും അതിർത്തി പങ്കിടുന്ന ജില്ലകൾ എന്ന് പറയുന്നത് കൊല്ലം, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി എന്നുള്ളവയാണ്. അതായത് 4 ജില്ലകളുമായി പത്തനംതിട്ട അതിന്റെ അതിർത്തി പങ്കിടുന്നു. അപ്പോൾ നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് ഇടുക്കി, മലപ്പുറം, പത്തനംതിട്ട എന്ന് വരുന്ന ഓപ്ഷനാണ്. അതായത് ഓപ്ഷൻ ബി 1, 3 and 4. ഏറ്റവും വലിയ ജില്ലയാണെങ്കിലും പാലക്കാട് ബൗണ്ടറി ഷെയർ ചെയ്യുന്നത് മലപ്പുറവും തൃശ്ശൂരും ആയിട്ട് മാത്രമാണ് എന്നുള്ളത് അറിഞ്ഞു വെക്കുക. ഇതെല്ലാമാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ഡിസ്കഷൻസ്. Thanks for watching. Thank you.